ഹലോ ഗായ്സ്, ഞാൻ പയറൊക്കെ നട്ടു. ഏകദേശം വള്ളി വീശി തുടങ്ങി. ഞാൻ വേറെ സ്ഥലത്ത് പയർ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏകദേശം കഴിയാറായി. അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് ഇവിടെ പറിക്കാമെന്ന് കരുതി നട്ടതാണ്. അപ്പോൾ ഏകദേശം വള്ളി വീശി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ഏകദേശം പൊത വെച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം പൊത വെച്ച് കൊടുത്താൽ പിന്നെ നമ്മൾ വല്ലാതെ കാര്യങ്ങളും വളവും കാര്യമൊന്നും കൊടുക്കണ്ട. അപ്പം നനച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ പൂലും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാകും. പൊത നമ്മൾ ഏത് കൃഷി ചെയ്യുമ്പോഴും അതിനൊരു പൊത വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുഭാഗം നല്ലൊരു മണ്ണിരൻ്റെ സാന്നിധ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നല്ല ഓതം കിട്ടും. ഓതം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഓതം പറയും. നല്ലൊരു നമ്മളത് ഇപ്പോൾ ഒരു ചെടിക്ക് പൊത വെച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ അതൊന്ന് പൊന്തിച്ച് നോക്കേണ്ടി. അപ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ വിറ്റാമിന്. ഓരോരോ നല്ല കീടങ്ങളും നല്ല ഉഷാറായിട്ട് നല്ല മണ്ണരിയൊക്കെ ഉണ്ടായിട്ടാണ്ട് ഉഷാറായിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ കൃഷിയിടങ്ങളിലെ പുല്ലിനൊന്നും ഒരിക്കലും കീടനാശിനി ഉപയോഗിക്കരുത്. പുല്ലിന് ഇതുപോലെ കട്ട് ചെയ്ത് കാണ്ട് നമ്മളെ ചെടികൾക്കും പയറിനും ഏത് കൃഷിയായാലും അതിന് മുരട്ടിക്ക് വെച്ച് കൊടുക്കുന്ന നല്ലൊരു വളമാണിത്. ഇത് ചീഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വളമാണ്. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യൽ. പിന്നെ വല്ല വളത്തിൻ്റെ കാര്യമൊന്നും കൊടുക്കണ്ട. ഇതുപോലെ വെച്ച് കൊടുക്കണ്ട. കണ്ട, ഇതുപോലെയാണ് വെച്ച് കൊടുക്കുക. പയറായാലും വെള്ളരി ആയാലും മത്തനായാലും എന്ത് സാധനമായാലും വെണ്ടയ്ക്കായാലും ഇതുപോലെയാണ് പൊത വെച്ച് കൊടുക്കുക. കണ്ടോ? എന്നാൽ പിന്നെ നമ്മൾ കൊടുക്കണ എല്ലാതും നല്ല ഉഷാറായിട്ട് അതിന് പിടിക്കുകയും ചെയ്യും. നല്ല തണുപ്പും കിട്ടും, നല്ല കായ്ഫലം കിട്ടും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. പൊതുവേ നമ്മളെ നാട്ടിൽ കാണുന്ന കീടനാശിനി അടിച്ച് ഉണക്കലാണ്. പക്ഷേ അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുല്ലും ഒതുങ്ങും. പിന്നെ കളകളും ഉണ്ടാവില്ല. ഈ പയറിൻ്റെ ചുറ്റുഭാഗം കളകളുണ്ടാവില്ല. പിന്നെ നമുക്ക് പയറിന് നല്ലൊരു വളമായിരിക്കും.